സോളോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ബസ് സിമുലേറ്റർ തന്നെയാണ് കളിക്കുന്നത്. പിന്നെ ഇത് പുതിയൊരു വണ്ടിയാണ്. ഞാനങ്ങനെ ഈ വണ്ടി വെളിയിൽ ഇറക്കിയിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇറക്കുന്നതാണ്. ഇന്ത്യയിൽ അല്ല, വായിക്കൊള്ളാത്ത പേരാണല്ലോ. ഇതിൻ്റെ ക്യാബിനൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ വണ്ടി ഇതാണ് നമ്മുടെ KSRTC. വെറും KSRTC അല്ല ഗൈസ്, KSRTC എക്സ്പ്രസ് അല്ല, സൂപ്പർ എക്സ്പ്രസ്. ഇതിൻ്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ ഉണ്ടോ, സൂപ്പർ KSRTC സൂപ്പർ എക്സ്പ്രസ് എയർബസ്. അതാണ് ഈ വണ്ടി. കണ്ട, എക്സ്പ്രസ് ആണ് KSRTCയുടെ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഈ വണ്ടി ഇടിക്കൂലോ എന്നൊക്കെ വെച്ചിട്ടാണ് വെളിയിൽ ഇറക്കാത്തത്. ഇന്ന് പിന്നെ അത് രണ്ടും സഹിച്ച് ഞാനങ്ങ് വെളിയിൽ ഇറക്കി വണ്ടി. ഇനി വല്ലയിടത്തും കൊണ്ട് ഇടിച്ചാൽ ഞാൻ അപ്പം ഈ വീഡിയോ എൻ്റെ ചലഞ്ചാണ് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അത് ഇനി നിങ്ങൾ ആ ID എല്ലാം അടിച്ച് നോക്കിയാൽ മതി. ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് കേട്ടോ ഉദ്ദേശിച്ച്. അതിൻ്റെ ID ഒക്കെ അടിച്ച് നോക്കിയിട്ട് എന്നെ ഒന്ന് ഫ്രണ്ട് ആക്കണം കേട്ടോ. നിങ്ങൾ റിക്വസ്റ്റ് അയച്ചാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അത് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ റിക്വസ്റ്റ് അയച്ചതെന്നൊക്കെ. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ID പേരോ തരിക. അതാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് നിങ്ങളെ ഫ്രണ്ടാക്കാമല്ലോ. അതാണ് എൻ്റെ പ്ലാൻ. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കണം. അതാണ്. എന്നിട്ട് നമുക്ക് കളിക്കണ്ടേ ഗൈസ്. നമുക്ക് കോക്കോമാക്സിനെ വിളിക്കാം. പിന്നെ നമ്മുടെ കോക്കോമാക്സ് ഗെയിമിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക. ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാന്ന് വെച്ചാൽ അവൻ്റെ ചാനലിൽ അവനൊരു വീഡിയോ ഇട്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ചിരിച്ച് മരിക്കും. ഹലോ ഗൈസ്, മാക്സ് സോളോ ഗെയിമിങ്ങിന് നമുക്കിന്ന് പൊട്ടിക്കണം ഗൈസ്. അതുകൊണ്ട് കോക്കോമാക്സ് ഗെയിമിങ്ങിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങളത് കണ്ടു നോക്ക്. അതുകൊണ്ട് പക്ഷേ ഇന്നത്തെ വലിയ കാര്യമൊന്നുമില്ല ചെയ്തിട്ട് നിങ്ങൾക്ക്. എന്നാ വെച്ചാൽ എന്നെ പൊട്ടിക്കണം എന്നൊക്കെയാണ് പറയണേ പുള്ളി. അതിന് നടക്കൂല. നമ്മൾ 61 സബ്സ്ക്രൈബ് ബോയ്സ് അല്ല ബൈസ്. മരണം ക്യാഹോ മരണം അഭിനവ് എന്തൊക്കെയാ പറയണ്ട ഗൈസ്. പണ്ടത്തെ ഏതോ ട്രെൻഡ് വീഡിയോയിലുള്ള ഇതൊക്കെ ഡയലോഗ് ആകെ പറയണം. മര്യാദക്ക് പോക്കോട്ടോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചിടിക്കും. എന്നല്ല അയ്യോ, ഇന്ത്യയിൽ ഇങ്ങനെ വീട്ട ഓടിക്കാൻ സുഖം. ശരിക്കും ഞാൻ ഓടിക്കുന്ന പോലെ അല്ല, ശരിക്കും ഞാൻ തന്നെയാണല്ലോ ഇത് ഓടിക്കുന്നത്. ഗെയിമിലാണെങ്കിൽ ഞാൻ തന്നെ ഓടിക്കുള്ളൂ. ഞാൻ പിന്നെ അടക്കി ചുമ്മാ ഹോണൊക്കെ അടിക്കും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കണ്ട ഹോണുണ്ടോ? പ്രൈവറ്റ് വണ്ടിയുടെ ഹോണൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഹോണാണ് ഗൈസ്. അവിടെ ഒരു വണ്ടി ഇല്ലല്ലോ ഇവിടെ. അതേ വേണം പറഞ്ഞ് നാവെടുത്തില്ല. ഇനി മുന്നേ ഒന്നുമല്ലോ എല്ലാവരും. നമ്മുടെ പുറകെ വല്ല വണ്ടി ഉണ്ട് ഗൈസ്. വണ്ടിക്ക് ഇവന്മാരെ കയറ്റി വിടാം. എന്നിട്ട് അവന്മാരായിട്ട് റേസ് വെക്കാം. നോക്കട്ടെ ഗ്ലാസ്സിൽ ഒരിത്തിനും പുറകിലില്ല. എന്നാ പത്തൊക്കെ പൊയ്യപ്പോരെ. ഇതാണ് ലൈറ്റ് അടിച്ച് കളിക്കുക. നമ്മളും ലൈറ്റ് അടിച്ച് കളിക്കാം. പിന്നെ നമ്മുടെ ഈ വണ്ടി പോണ റൂട്ട് വേളാങ്കണ്ണി. അവിടുത്തെ മച്ചമ്മയെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ മാത്രം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ചാനൽ നമുക്ക് വ്യൂവേഴ്സ് കൂട്ടണല്ലോ. ചാനലിൻ്റെ വ്യൂവേഴ്സ്, നമ്മുടെ വീഡിയോൻ്റെ വ്യൂവേഴ്സൊക്കെ കൂട്ടണല്ലോ. അങ്ങനെയാണ്.
ഒറ്റയിടത്തിനും പറയില്ല. നടുറോട്ടിൽ നിർത്തിയിടാം വണ്ടി ഗൈസ്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം. അപ്പൊ ഗൈസ് നമ്മുടെ ഈ വണ്ടി നല്ല വണ്ടിയില്ലേ ഗൈസ്. അതിൻ്റെ സ്ഥലം കണ്ട കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം എല്ലാ സ്ഥലം ഉണ്ടല്ലോ. ഇത് വേളാങ്കണ്ണി, അങ്ങനെ കുറേ സ്ഥലമുണ്ട് ഗൈസ്. പഴനിക്ക് പോയി വണ്ടി, അത് ശരി. പഴനി, പിന്നെ പൊള്ളാച്ചിയോ അതേത് സ്ഥലം? അതിൻ്റെ സ്ഥലമാണ് ഗൈസ് പൊള്ളാച്ചി. തമിഴ്നാടാന്ന് തോന്നുന്നു. പൊള്ളാച്ചി പറയത്തി പേര് കേട്ടോ. ഇതിലെ അങ്ങ് കയറിയാലോ ഓഫ് റോഡ്. ഷോർട്ട് കട്ട് പിടിക്കാം. അയ്യോ ഇത് ഷോർട്ട് കട്ടല്ല ഗൈസ്. ഇത് ഷോർട്ട് കട്ടല്ല. അത് വേറെ ഏതോ വഴിയാണ്. നമ്മുടെ മാപ്പിൽ നോക്കി അറിയാം. അതിൻ്റെ ഒരു എവിഡൻസ് പോലും കാണിക്കുന്നില്ല മാപ്പിൻ്റെ അത്. ഞാൻ പറഞ്ഞു ദൈവം ഇടിച്ച്. എനിക്ക് കണ്ണുണ്ടോടോ. ഇങ്ങോട്ട് വരുന്നു. ഇനി അടുത്തോണ്ട് പോയേക്കാം ഗൈസ്. നല്ല സീനാവും. ആ ചെറുക്കൻ നമ്മുടെ വണ്ടി ഒരയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മുടെ സ്ഥലം പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ഏറ്റവും വലിയ വണ്ടിയുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. കേരളത്തിലെ എല്ലാ KSRTCയുടെ വണ്ടിക്കും ചെറിയൊരു തട്ടലും മുട്ടലും കാണും. അത് ശരിയാക്കത്ത് പോലും ഇല്ല. പിന്നെ അല്ലേ ഇത്. ഇപ്പം നമ്മൾ ഒരു കേരള ഇത് സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആയാൽ മതി. നിന്നിട്ട് അയ്യോ ഡോറ് തുറന്നു. ഉഷു അതൊക്കെ തുറന്നിട്ടേക്കുന്നു ഞാൻ. മോണിക്കണോ ഫോൺ വീണ്ടും സൗണ്ട്. നിക്ക ഇങ്ങോട്ട് വണ്ടി വരുന്ന കണ്ട. ഇവിടെ ബ്ലോക്കാണോ? അവിടെ ഡിവൈഡറിലല്ല. ഇവിടെ ഡിവൈഡറുള്ള ശരി. അവിടെ മറ്റേ ഒരു സാധനം ഇല്ല റോഡിലുള്ള, അതിൽ പോയി ഇടിച്ചിരിക്കണം. തന്നെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടേക്കണേ. നിങ്ങൾക്ക് പോയാണോ? എന്നാ സർട്ടൻ അങ്ങ് മാറും. നിങ്ങൾ പോവാ. ഇടിക്കല്ലേ. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇടിച്ചാൽ ഞാൻ ഇനി തിരിച്ചിറങ്ങി ഒന്ന് അടിക്കും. നേരത്തെ ഒരു ഫോർച്യൂണർ കാറിനിട്ട് പോയി ഒന്നും കൊടുത്തതേ ഉള്ളൂ ഒരു ഇടി. അതുകൊണ്ട് ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറി കേട്ടാ. ആരെയും കേട്ട് പോകും. നമുക്ക് പോകാം ഗീസ്. നേരെ പോകാം. വലിയ കല്ലൊക്കെ കൊള്ളാട്ടോ. ബ്യൂട്ടിഫുൾ. അത് മാത്രം പറയാൻ പറ്റും. അല്ലാണ്ട് പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ എന്തൊക്കെ പറയും. അതൊക്കെ വീണ്ടും ആക്സിഡന്റ്. ഇവിടെ ആക്സിഡന്റ് മഴയാണ്. ഒരു സെക്കൻഡേ. ഇവരെന്നെ ഇടിച്ച് കയറ്റുമോ? ഇല്ല, ഇടിച്ച് കയറ്റിയാട്ടാ. പുള്ളിയൊക്കെ മയങ്ങിപ്പോയതാ. ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്. കള്ളു പിടിച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. ആയിരിക്കുമല്ലോ. അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വണ്ടി ഇടിക്കണം അവിടെ. അതിനവിടെ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. ആ വണ്ടി തെന്നി വന്ന് ഇടിക്കണമെങ്കിൽ അവിടെ വെള്ളം വേണം. അവിടെ ഒരു വെള്ളവും എണ്ണയും ഒരു തേങ്ങയില്ല. പിന്നെ അതെങ്ങനെ വന്നു? ആണ്ടെ ഒരു ഫോർച്യൂണർക്കാരൻ നേരത്തെ പോലത്തെ ഇടിക്കാണ്ടിരുന്ന ഭാഗ്യം. ഇവിടെ നിന്നൊക്കെ ഈ വളരെ ഒരു വണ്ടി ഇങ്ങനെ പെട്ടെന്ന് വരുന്നു. ഈ ആക്സിഡന്റ് നടക്കണ്ട. അതെവിടെ നിന്ന് ആ കാറുകാരൻ പോയേ? ഗുയ്സ്, നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ വണ്ടി ഇങ്ങോട്ട് തന്നെ? ഞാൻ കണ്ടുപോലും ഇല്ല. സ്ട്രെയിറ്റ് പോട്ടെ. പതുക്കെ അവർക്ക് ഇത് ഏത് വഴിയത്? ഞാൻ ആദ്യമായിട്ട് ഈ വഴി വരുന്ന ഗൈസ്. സത്യം പറയാം, ഞാൻ ഇതിലൊന്നും വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനിപ്പോൾ കിടന്ന് ഇവിടെയുള്ള സാധനങ്ങളുടെ കാര്യമൊക്കെ പറയില്ലേ. ഇപ്പം ഇവിടെ തെങ്ങുണ്ട്, വാഴ, വേറെ എന്തൊക്കെ ഒരു ചെടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ കുറച്ച് കല്ലുകൾ, ഡെക്കറേഷൻ. പറയും ഒരു സെക്കൻഡ്, ഇതിൻ്റെ മേളിൽ കയറാൻ പറ്റുമോ ഗൈസ്?
കയറി നിന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്തരാ. അങ്ങനെ ഇരിക്കും. നമുക്കത് ചെയ്യാം. ബാക്ക് പൊട്ടേ, ആ ബാക്ക് പൊട്ടേ. ഇനി ഇവിടെ നിർത്തിയിട്ടിട്ടാണ് ഫോട്ടോ എടുക്കുക. റോട്ടിൽ കൂടി ഇങ്ങനെ വരുന്ന രീതിയിലൊരു ഫോട്ടോ. അവിടെ നിന്ന് പിടിക്കണം. അയ്യോ സെറ്റാവും. ആ ഇറക്കത്തിൽ ഇങ്ങനെ കയറി ആ വളവ് വന്ന് വരുന്നാലേ സെറ്റാക്കാൻ. ഇനി പിന്നോട്ട് പറിച്ച് ഇങ്ങോട്ട് തിരിച്ച ടയർ. ഇനി ഇറങ്ങിയിട്ട് ഇനി പോയി ഫോട്ടോ എടുക്കാം ഗൈസ്. ഇതെന്താണ് ഇതിങ്ങനെ ഇവർക്ക്? ഞാൻ ഈ അങ്ങ് അവരുടെ ഒരു 1/4 കിലോമീറ്റർ മാറ്റി വണ്ടി ഇട്ടാലും അവരിങ്ങനെ മാർത്താൻ പറഞ്ഞോണ്ട് നിൽക്കല്ലേ ഗൈസ്. എന്താണല്ലേ ബ്യൂട്ടിഫുൾ. സൂമിങ് എന്നിട്ടെടുക്കാം. ഇതെന്താണ് KSRTCയുടെ ഇവിടെ DJ ലൈറ്റോ സൈഡ് വശത്ത് കണ്ട ഗൈസ്. ഫിൽറ്റർ ഇടണം. ഫിൽറ്റർ അയ്യോ ഇതൊന്നും വേണ്ട. അയ്യോ ഇത് സാധനം ഇത് കൊള്ളാല്ലേ. ഒരു പടം വരച്ചേക്കുന്നത്. സേവ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിന് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. ശരി അങ്ങനെയുണ്ട് ഒരു മോഡൽ അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ അകത്ത്. പോകാൻ കൊണ്ടെടുത്തോണ്ട് ഇനി എൻ്റെ വണ്ടി പോയില്ലേ അവിടെ ഇട്ടോണ്ട് നിൽക്കും. അത് ഇനി നമ്മുടെ വണ്ടിയുടെ ലുക്ക് കണ്ട് നിന്നതാണ്. ഇത്ര നേരം ഓട്ടോമാറ്റിക് ആയിട്ടാണ് വണ്ടി ഓടിയേ. അത് ശരി. ഞാൻ ആക്സിലേറ്ററിൽ ചവിട്ടിയില്ലായിരുന്നു, ചുമ്മാ പോവായിരുന്നു വണ്ടി. അതെങ്ങനെയാ? അതാര് വണ്ടി വരുന്നു. ഇത് ചുരല്ലേ ഗൈസ്. ചുരത്തിൽ ഹോൺ അടിക്കണം എന്നാണ് പറയണത്. ഞാൻ ഹോൺ അടിക്കൂല, പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ അടിക്കും. അങ്ങനെയാണ്. ഹോൺ അടിക്കട്ടെ. ഹോൺ അടിച്ച് പുറത്തൊടിഞ്ഞ് പുറത്ത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓടിച്ച വണ്ടി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഏതോ പൊക്കിൽ കൊണ്ടുപോയി തള്ളിയിട്ടായിരുന്നു. ബ്രേക്ക് ഡൗൺ ആയോ? എന്ത് പറ്റി? നമുക്കത് നോക്കാൻ ടൈമില്ല. കൃത്യ ടൈമിന് അവിടെ എത്തും. പെട്ടെന്ന് പോകും. എന്ത് സാധനം കൊള്ളാലോ. ഇവിടെയാണ് സ്ഥലം. അവിടെ ഇത് ഏതോ സിറ്റി. ഈ വണ്ടി കേറുന്നില്ല. വണ്ടി കേറുന്നില്ല. നമുക്ക് പറത്തി കയറ്റാം. അത് നടക്കും. ഇല്ലാണ്ട് ഈ വണ്ടി കേറൂലെന്ന് തോന്നുന്നു. ഇപ്പഴല്ലേ ദൈവമേ റോഡ് തീർന്നു ഗൈസ്. ഇവിടെ റോഡ് തീർന്ന്. ഇനി നമുക്ക് ഒരു വഴിയില്ല. പക്ഷെ നമുക്ക് വഴി ഉണ്ടാക്കണം. വേണ്ട. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നടന്ന കാര്യം. ഇവിടെ റോഡ് പണിയുന്നില്ല ഗൈസ്. അവിടെ പണി നടക്കുവാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം അവിടെ ഡെഡ് എൻഡും. ഇതെന്ത് കളിയുണ്ട്? എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ടൈമിനെത്തുന്ന പറഞ്ഞ ഷോർട്ട് കട്ട് പിടിക്കാൻ നോക്കി ഗൈസ്. മാപ്പ് നമ്മളെ ചതിച്ചു. മാപ്പിനകത്ത് കാണിക്കുന്ന ഇതിലെ പോകാൻ തന്നെയാണ്. പക്ഷെ നമ്മളെത്തിയപ്പോൾ ഇവർ പറയണ് അതിലെ പോകാൻ പറ്റൂല. എന്തൊക്കെ നടക്കണമല്ലേ. പ്രത്യേക ഒരു സാഹചര്യം തന്നെ എൻ്റെ സത്യം പറയുക. ഇനി നമുക്ക് തിരിച്ച് നമുക്ക് വേറെ എങ്ങോട്ടേലും പോകാം. നമ്മുടെ ബസ് സ്റ്റോപ്പില്ലേ അവിടെ പോവാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയതായി നമ്മളത്. കഴിഞ്ഞ പ്രാവശ്യം കുണുമണാലി പോവാന്ന് പറഞ്ഞല്ലേ. ഇനി അവിടുത്തെ വല്ല ബസ് സ്റ്റോപ്പിൽ പോയി ഇറക്കാം വണ്ടി. ഞാൻ അതിനൊക്കെ ഇനി മണിക്കൂറാണ് വിചാരിക്കുന്നത് ഗൈസ്. കുറച്ച് ദിവസങ്ങൾ കഴിയതൊക്കെ. പ്രത്യേകിച്ച് KSRTC കൊണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഇച്ചിരി ബ്യൂട്ടിഫുൾ ആകും. നമ്മൾ
അവിടെ ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും പോണ വണ്ടികളെ. ഓ, നമ്മൾ ഈ വഴിയല്ലേ കയറിയേ? നമുക്ക് ഇതിലേ പോവാം. ഈ ലോറി പോണ വഴി പോവാം. ഒരു വണ്ടിയും വരാണ്ട് ഇരുന്നാ മതി. കണ്ണ് കണ്ടോടെയാടാ തനിക്ക്? ഞാൻ ഇറങ്ങി ഒന്ന് അടിക്കും കേട്ടാ. അതാ പെട്ടെന്ന് പോ. ഓ അയ്യോ. ഓക്കെ, ഇനി ചുരം ഇറങ്ങണം. അതിന് വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ഇറങ്ങിയാൽ മതി. ഓഹ് അയ്യോ, ഇതെങ്ങനെ വന്നെ ഇങ്ങനെയൊക്കെ കയറി തന്നെ? വല്ല ധൈര്യം ഉണ്ടായിട്ടാണ്. അതാ വണ്ടിക്കിട്ട് പോയിരുന്നു അലസി. ഞാൻ എല്ലാ വണ്ടിക്കിട്ട് വരയ്ക്കും നോക്കിയിട്ട്. നമ്മുടെ വണ്ടിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. സർക്കാരിൻ്റെ വണ്ടിയല്ലേ, ഒരു കുഴപ്പമില്ല. ഇതെന്താ എവിടെ പുറകിലാണോ ഈ കാറ്? അല്ല, ഒന്ന് മാറാവോ? എനിക്കൊന്ന് പോണമായിരുന്നു. ഓക്കെ. ഓ, അയ്യോ. ഈ ബസ് പോലും ഞാൻ കണ്ടില്ല. ഇപ്പൊ ഇടിച്ച് കയറ്റിയാൻ അങ്ങോട്ട് വലിയ കാര്യത്തിൽ അങ്ങ് പോയതാ. അയ്യോ, വളവിൽ ഓവർടേക്ക് ഇല്ലേ? ഓവർടേക്ക് ചെയ്താൽ ഇതേപോലെ ഇരിക്കും. ഈ വണ്ടിക്ക് വന്ന് ഇടിക്കും. അങ്ങനെ വളവിൽ ഓവർടേക്ക് ചെയ്യില്ലേ? റൂൾസ് അങ്ങനെയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. ഇതൊക്കെ നമുക്ക് സിമ്പിള് വളവ് കണ്ട, കൃത്യം റോട്ടിൽ കൂടെ പോകും വണ്ടി. ഇത് ഇച്ചിരി സിമ്പിളാ. ഓ ഗൈസ്, നമ്മുടെ അവിടെ ഇതൊക്കെ കാണുന്നു. വേറെ ഏതോ പട്ടണത്തിലെത്താറുള്ളതെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് ഗൈസ്. ഇവിടെ കയറ്റാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ബസ് സ്റ്റാൻഡ് അല്ല, ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ കയറ്റണം ഗൈസ്. ഇത് നമ്മുടെ, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. കണ്ടോ, പൊള്ളാച്ചിയാണിത്. ഇനി പൊള്ളാച്ചിയിലോട്ട് വണ്ടി കയറ്റട്ടെ. കേറ്. വണ്ടിയുടെ അടി ഒരേ പോവും. ഇങ്ങനത്തെ രീതിയിൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം. ഓക്കെ, അല്ല വേണ്ട, നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. പെട്ടെന്ന് പോകാനുള്ള. അയ്യോ, ബ്രേക്ക് പിടിച്ചിട്ടൊന്നും നിൽക്കൂല വണ്ടി. നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇറക്കാം എല്ലാവരെയും. എന്നിട്ട് നമുക്ക് വേറെ പണിക്ക് പോവാം. ഡോറ് തുറന്നിട്ടുണ്ട്. ശരി, കയറ്റി നിർത്തട്ടെ. ഓക്കെ, സെറ്റ്. അങ്ങനെ കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോയി. കുറച്ച് പേര് വണ്ടിക്കകത്ത് തന്നെയുണ്ട്. അവർക്ക് വേറെ എവിടെ ഇറങ്ങാനാന്ന് തോന്നുന്നു. പൊള്ളാച്ചി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എന്നായിരുന്നു, പൊള്ളാച്ചി കഴിഞ്ഞ് പിന്നെ ഏത് സ്റ്റോപ്പ്? എനിക്കൊന്നും അറിയത്തില്ല പൊള്ളാച്ചി കഴിഞ്ഞ് എവിടെ സ്റ്റോപ്പ്. മറ്റേ പട്ടണത്തിലുണ്ട് സ്റ്റോപ്പ്. അത് ഏത് പട്ടണമെന്നൊന്നും എനിക്കറിയത്തില്ല. പട്ടണത്തിൽ സ്റ്റോപ്പ് ഉണ്ടെന്ന്. എടാ, ഇതെല്ലാവരും ഈ സൈഡ് ഉന്നം വെച്ചിട്ടാണോ ഇടിക്കുന്നത്? ഇത് കുറെ നേരമായില്ലോ. ഈ സൈഡ് നോക്കി, KSRTC പണങ്ങിയിരിക്കുന്ന പല സൈഡ്. ഇനി അടുത്തോളം ഞാൻ കേട്ടാ. അതിനുള്ള എൻ്റെ വണ്ടിയൊക്കെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് പോയാലും നേരം കാണിക്കാം. നമ്മുടെ ഒരു കുഞ്ഞി ബൈക്ക്, അതിൻ്റെ പവറൊക്കെ നമുക്കറിയാം. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവും വണ്ടിക്ക്. ഓക്കെ, നോക്കാം ഗൈസ്. അയ്യോ, ഇടിമിന്നല്. ചേട്ടാ, ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ഉള്ളതുണ്ട്. ബാക്കി നിർത്തിക്കോ. അതിൽ ഇറങ്ങിയോ? നമുക്ക് പോകുന്നു.
സ്ട്രൈറ്റ് ഹോൺ അടിക്കട്ടെ. ഹോൺ നല്ല ഹോൺ അല്ലേ? എനിക്ക് ഈ വണ്ടിയുടെ ഹോൺ ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രൈവറ്റ് വണ്ടിയുടെ ഹോണൊക്കെ ഇത്രയുള്ള മഴ. അത് ശരി, രാത്രിയായോ? ഇപ്പൊ രാത്രിയാറായി. ഈ സമയത്ത് കൃത്യ സ്റ്റോപ്പിലെത്തേണ്ട വണ്ടിയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നാന്നറിയാമല്ലോ, നമ്മൾ അവിടെ പോയി റോഡ് കൂടി നടക്കുന്നവർക്ക് പോയി കയറ്റി വണ്ടി. പിന്നെ അങ്ങനെ ലേറ്റ് ആകാണ്ടിരിക്കുക മാറുന്നത് ടൈമില്ല. ഹോൺ അടിക്കാൻ പറ്റുമോ ചോദിക്കാവോ? അല്ല, ഇവിടെ ഓഫ് റോഡ് ഉണ്ടോ സൈഡിൽ? ഇതെല്ലാരും ഈ സൈഡിൽ മാത്രം വന്ന് ഇടിയാണല്ലോ ഗൈസ്. ഗ്യാരേജിൽ കൊണ്ട് റിപ്പയർ ചെയ്യണം വണ്ടി. റിപ്പയർ ചെയ്തിട്ട് നമുക്ക് പുതിയ വണ്ടിയൊക്കെ എടുക്കാം. നമ്മുടെ കയ്യിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പക്ഷെ ഞാനത് വെളിയിറക്കത്തില്ല. മറ്റേ ഞാൻ സ്വിഫ്റ്റ് അല്ല ഉദ്ദേശിച്ച, വേറെ വണ്ടി. ഞാൻ വെളിയിറക്കത്തുമില്ല, അതെനിക്ക് ഒട്ടും ഇഷ്ടവുമില്ല. പക്ഷെ ഇന്ന് എനിക്കത് ഇഷ്ടമാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇഷ്ടമല്ലാത്ത വണ്ടിയൊക്കെ എനിക്കിഷ്ടം. അയ്യോ രാത്രിയായല്ലേ, പക്ഷേ അതങ്ങ് മറന്നുപോയി. ലൈറ്റൊക്കെ ഇട്ട് പോവാണ്. ഇവിടെ ഏതോ ഒരു പട്ടണം തോന്നുന്നു. നമ്മളെവിടെ എത്തിയിട്ടുണ്ട്. പട്ടണം ഇതിന്റെ മണ്ടേ കൂടെ കയറിയ വണ്ടി. ഇത്ര പൊക്കമുണ്ട് ഈ വണ്ടിക്ക്. അത് ശരി, നമുക്കത് നോക്കണമല്ലോ. ഇവിടെ ഡിവൈഡറിൽ ഇടിച്ച് കയറ്റി ഗൈസ്. വളച്ച് ഒടിച്ചങ്ങിടുക. സ്റ്റീറിനൊക്കെ കൈ പോരട്ടെ, അല്ല ഗിയറൊക്കെ കൈ ഒടിഞ്ഞു പോരട്ടെ. അങ്ങനത്തെ ഡീറ്റെയിലല്ലേ നമ്മളോടിക്കാൻ. ഇവിടെ നിന്ന് അങ്ങോട്ടാ സ്ട്രെയിറ്റ് ആണോ? മാപ്പിൽ കാണിക്കുന്ന സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് പോകുമ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് പറയണേ. അവിടെ കയറ്റി നിർത്താനാ പറയണേ ഗൈസ് നമ്മളോട്. നമുക്ക് സ്ട്രെയിറ്റ് പോയി നിർത്താം. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകുന്ന പറഞ്ഞേ. ഇവിടെ നിന്നെങ്കിൽ ലെഫ്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റം ഈ വണ്ടിയുടെ എൻ്റെ പൊന്നോ, ബ്രേക്ക് സിസ്റ്റം അല്ല, ഈ വണ്ടിയുടെ ബ്രേക്ക് എൻ്റെ പൊന്നോ നല്ല ബ്രേക്കാണ്. 1000 സ്പീഡിൽ വന്നാലും ഒരു ബ്രേക്കിന് ഈ വണ്ടി നിർത്താൻ പറ്റും ഈസിയായിട്ട്. ആണെങ്കിൽ ഉദാഹരണം കാണിച്ചു തരാം. കണ്ടാ, 100ൻ്റെ മേളിൽ പോയി സ്പീഡ് എന്നാലും ഈ വണ്ടിക്ക് ഇടിക്കാതെ വന്ന് നിർത്തി. നമുക്കെന്ത് റൂൾസ്. അതെ ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. വായിൽ കിട്ടിയില്ല പെട്ടെന്ന്. മെൽറ്റ് ചെയ്ത സാധനം മുട്ടുക അവിടെ ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇവിടെ എത്തേണ്ട വണ്ടി ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം എത്രയായി? ഇത് മണിക്കൂർ ക്ലോക്കാണ് ഗൈസ്. ഇപ്പം 18:44. കൂടുതൽ കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ്. ഇവിടെ നിർത്താൻ വേണ്ടി നമ്മുടെ പ്രത്യേകം നിർത്താം. ഓക്കെ, വണ്ടിയുടെ മുന്നു എനിക്ക് മണങ്ങിയിരിക്കുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ശരിയാക്കണം കേസ്. അതൊക്കെ ഇവിടെ നിൽക്കാം നമുക്ക്. എന്നിട്ട് ഇൻട്രോ പറയാം. കണ്ടോ വണ്ടി കണ്ടോ രാത്രി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ ഷെയർ ഇത്രയും ചെയ്താൽ മതി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.